ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് +2 അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സ് എന്ന ഭാഗം ചർച്ച ചെയ്യാനാണ്. ഇന്ന് നാം ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തുള്ള പാർട്ട്ണർഷിപ്പ് മീനിങ്, നാച്ചർ ഓഫ് പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഡീഡ്, കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്, റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ പാർട്ട്ണർഷിപ്പ് മീനിങ്, സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് പാർട്ട്ണർഷിപ്പ് ആസ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 തന്നിരിക്കുന്ന ഡെഫിനിഷനാണ് കാണുന്നത്. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് കാരിഡ് ഓൺ ബൈ ഓൾ, എനി വൺ ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തികൾ പരസ്പരമുള്ള ഒരു ബന്ധമാണ്. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്, ആ വ്യക്തികളുടെ പ്രത്യേകത എന്താ? ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ ബിസിനസ്സിൻ്റെ പ്രത്യേകതയോ കാരിഡ് ഓൺ ബൈ ഓൾ, അവർ നടത്തുന്ന ബിസിനസ്സിൻ്റെ, ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, അവരിൽ ചിലരാണ് ചിലപ്പോൾ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുക. ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. സിമ്പിൾ മീനിങ് ആണ്, ഒരു സിമ്പിൾ ഡെഫിനിഷനാണ്. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profit of the business carried on by all, any one of them acting for all. ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഓർ നാച്ചർ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഫസ്റ്റ്, 2 or more persons. 2 or more persons. പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം. അപ്പോൾ മിനിമം 2 persons, മാക്സിമം 10 ഇൻ കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ്, 20 ഇൻ കേസ് ഓഫ് അതർ ബിസിനസ്സസ്. ഇനി ഈ നമ്പറിൽ ചെറിയ റിലാക്സേഷനുകളുണ്ട്. കമ്പനീസ് ആക്ട് 2013 പ്രിസ്ക്രൈബ്സ് മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം കനോട്ട് ബി മോർ ദാൻ 100. ഇങ്ങനെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് 50% ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം മാക്സിമം 10, 20 ആൻഡ് മിനിമം 2. എഗ്രിമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പേഴ്സൺസ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പേഴ്സൺസ്. ഇനി എഗ്രിമെൻ്റ് എങ്ങനെ ആയിരിക്കും? എഴുതി തന്നെ ആവണം എന്നുണ്ടോ? ഇറ്റ് മേ ബി ഓറൽ ഓർ റിട്ടേൺ. ഇത് എഴുതിയതാവാം, അതല്ലെങ്കിൽ വാക്കുകൊണ്ട് പറഞ്ഞതാവാം, വാചികമാകാം. എനിവേ ദർ ഷുഡ് ബി ആൻ എഗ്രിമെൻറ്റ്, അനദർ ഫീച്ചർ. നെക്സ്റ്റ്, ബിസിനസ്. ദ പാർട്ട്ണർഷിപ്പ് agreement should be to carry some business, to carry on some business. ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരിക്കണം. ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്താനുള്ള എഗ്രിമെൻ്റ് പറ്റില്ല. ബിസിനസ് നടത്തി അതിൽ നിന്ന് ലാഭമുണ്ടാക്കുകയും ആ ലാഭം ഷെയർ ചെയ്യാനുള്ള എഗ്രിമെൻ്റ് ആയിരിക്കണം പാർട്ട്ണർഷിപ്പ്. അത് അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് ഈസ് കമ്പൾസറി. ബിസിനസ്സിൻ്റെ സാന്നിധ്യം ഒരു പാർട്ട്ണർഷിപ്പിൽ നിർബന്ധമാണ്. ബിസിനസ് ഇല്ലെങ്കിൽ അതിനെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ദ പാർട്ട്നേഴ്സ് മസ്റ്റ് ഷെയർ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദെയർ ബിസിനസ്. ആ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോഫിറ്റ് അതല്ലെങ്കിൽ ലോസ് അത് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യൽ നിർബന്ധമാണ്. നെക്സ്റ്റ്, മ്യൂച്വൽ ഏജൻസി. വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. ബിസിനസ് ക്യാൻ ബി കണ്ടക്റ്റഡ് either by all or any of them acting for
ഓൾ. നമ്മൾ ഡെഫിനിഷനിൽ മനസ്സിലാക്കിയതാണ്. ദ ബിസിനസ് carried on by all or any one of them acting for all. അതാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് എല്ലാവരും കൂടെ നടത്തും, അതല്ലെങ്കിൽ ചിലർ എല്ലാവർക്കും വേണ്ടി ബിസിനസ് നടത്തും. അപ്പോൾ അവിടെ ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നോക്ക്, ബിസിനസ് ക്യാൻ ബി കണ്ടക്റ്റഡ്, ബിസിനസ് നടത്താൻ കഴിയും ഐദർ ബൈ ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്ണർക്കും ബിസിനസ് നടത്താൻ കഴിയും, ഓർ എനി ഓഫ് ദം, അവരിൽ ചിലർ, ക്യാൻ ആക്ട് ആസ് ഏജൻറ്റ് ഫോർ അതർ പാർട്ട്നേഴ്സ്, ബാക്കിയുള്ളവർക്ക് വേണ്ടി ഏജൻ്റായി ചിലർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മ്യൂച്വൽ ഏജൻസി റിലേഷൻഷിപ്പ് ഒരു പാർട്ട്ണർഷിപ്പിൽ നിലനിൽക്കുന്നു. ഇവയാണ് ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ. ഒന്നാമതായി മിനിമം നമ്പർ ഓഫ് പേഴ്സൺ 2, 2 ദർ ഷുഡ് ബി ആൻ എഗ്രിമെൻറ്റ്, 3 ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, 4 എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ്, 5 മ്യൂച്വൽ ഏജൻസി റിലേഷൻഷിപ്പ്. നെക്സ്റ്റ്, ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി മറ്റൊരു ഫീച്ചറാണ്. ദ ലയബിലിറ്റി ഓഫ് ഈച്ച് പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് ലയബിലിറ്റിയുടെ മീനിങ് കഴിഞ്ഞ വർഷം മനസ്സിലാക്കിയിട്ടുണ്ട്. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ the partner's liability is not limited. The personal property of the partner is liable to the debts of the firm. പാർട്ട്നേഴ്സിൻ്റെ കടങ്ങൾക്ക്, ബിസിനസ്സിൻ്റെ കടങ്ങൾക്ക് പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടികൾ പോലും ലയബിളാണ്. ബിസിനസ്സിൻ്റെ കടം വീട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ബിസിനസ്സിൽ നിന്ന് വീട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പാർട്ട്നേഴ്സ് അവരുടെ സ്വന്തം സ്വത്തിൽ നിന്ന് വീട്ടേണ്ടി വരും. They are jointly and severally liable to the debts of the firm. അവർ ബിസിനസ്സിൻ്റെ കടങ്ങൾക്ക് കൂട്ടമായും ഒറ്റക്കും ബാധ്യതപ്പെട്ടവരാണ്. പാർട്ട്നേഴ്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആർ ലയബിൾ ടു ദ ഡെറ്റ്സ്. പാർട്ട്നേഴ്സിൻ്റെ സ്വകാര്യ സ്വത്ത് ബിസിനസ്സിൻ്റെ കടങ്ങൾ വീട്ടാൻ ബാധ്യതപ്പെട്ടതാണ്. ഇതാണ് ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. ഇത്രയും ഫീച്ചേഴ്സാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാനുള്ള ടോപ്പിക് പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ്. Partnership is partnership is the result of agreement between partners. The agreement can be either oral or written. ഇത് വാചികമാകാം, എഴുതിയതാകാം. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് വാക്കാലുള്ളതാകാം, അല്ലെങ്കിൽ എഴുതിയതാകാം. ആ എഴുതിയ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിനാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. ഡോക്യുമെൻ്റ് കണ്ടെയ്നിങ് ദ എഗ്രിമെൻറ്റ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്നേഴ്സിൻ്റെ എഗ്രിമെൻ്റ് അടങ്ങിയ രേഖക്കാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെയുണ്ടായിരിക്കും? ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നും പറയാറുണ്ട്, ബൈലോ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നും പറയാറുണ്ട്. കാരണം ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞത് പ്രകാരമാണ് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ് ആൻഡ് ഇറ്റ്സ് മെയിൻ ബിസിനസ്. പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും അതുപോലെ ആ സ്ഥാപനത്തിൻ്റെ പ്രധാന ബിസിനസ് പ്രവർത്തനം എന്താണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും പേരും അഡ്രസ്സും, സ്ഥാപനത്തിൻ്റെ പേരും അഡ്രസ്സും
അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും. ആൻഡ് ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ, ഓരോ പാർട്ട്നേഴ്സും ബിസിനസ്സിലേക്ക് എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു അതും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയിട്ടുണ്ടാകും. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, എന്നാണ് ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയത്, ആ തുടങ്ങിയ സമയം, ഡേറ്റ്. ഇനി 6th പോയിന്റ്, റൂൾസ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൻ്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, ആരാണ് ഒപ്പിടേണ്ടത്, ഈ വക കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റും ലോസും വരുമ്പോൾ ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതൊക്കെ നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ശതമാനം എത്രയായിരിക്കണം. മോഡ് ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻമെൻറ്റ്, എങ്ങനെയാണ് ഓഡിറ്റർ അപ്പോയിൻ്റ് ചെയ്യേണ്ടത്. ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ കണക്കുകൾ പരിശോധിക്കുന്ന, കൃത്യത പരിശോധിക്കുന്നയാളാണ് ഓഡിറ്റർ എന്ന് പറയാം. അങ്ങനെ ഒരു ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അയാളെ അപ്പോയിൻ്റ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ. അതുപോലെ 10th പോയിന്റ്, സാലറി കമ്മീഷൻ, അതായത് പാർട്ട്ണർമാർക്കുള്ള ഈ പേയബിൾ ടു പാർട്ട്ണർമാർക്കുള്ള കമ്മീഷൻ, സാലറി തുടങ്ങിയവ കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള നിയമം. അതുപോലെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഈച്ച് പാർട്ട്ണർ, ഓരോ പാർട്ട്ണറുടെയും അവകാശങ്ങളും ബാധ്യതകളും എന്തൊക്കെയാണ്, ചുമതലകളും എന്തൊക്കെയാണ്. അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് അറൈസിങ് ഔട്ട് ഓഫ് ഇൻസോൾവൻസി ഓഫ് വൺ ഓർ മോർ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആവുകയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് സംബന്ധിച്ചുള്ള ലോസ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ പാപ്പരാവുക, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം അടച്ചു പൂട്ടുന്നതിന് പറയുന്ന പേരാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്നുള്ളത്. ഫേം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ സമയത്ത് അക്കൗണ്ട് എങ്ങനെ സെറ്റിൽ ചെയ്യണം, കണക്കുകൾ എങ്ങനെ തീർപ്പാക്കണം. ബിസിനസ് അടച്ചു പൂട്ടുമ്പോൾ കണക്കുകൾ തീർപ്പാക്കുന്ന നിയമങ്ങളാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എമംഗ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും ശരി, ചില ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ടാകാം. ആ ഡിസ്പ്യൂട്ടുകളെ എങ്ങനെ പരിഹരിക്കും. അതുപോലെ 15ാമത്തേത്, റൂൾസ് ടു ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അതായത് ഒരു പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് എടുക്കുമ്പോൾ, നിലവിലുള്ളൊരു പാർട്ട്ണർ ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ആവുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പാർട്ട്ണർ പെട്ടെന്ന് മരിക്കുമ്പോൾ, ആ സമയത്തൊക്കെ എന്തൊക്കെ നിയമങ്ങളാണ്, ഏതൊക്കെ കാര്യത്തിലാണ് ബിസിനസ് മുന്നോട്ട് പോകേണ്ടത്, ആ സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ. അതുപോലെ ഇതുപോലെ 16ാമത്തെ പോയിന്റ് നോക്കി, എനി അതർ മാറ്റർ റിലേറ്റിംഗ് ടു ദ കണ്ടക്ട് ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറ്റേതൊരു കാര്യവും. ഇതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കണ്ടൻസ്, അതിലുള്ള ഉള്ളടക്കം ഇതൊക്കെ ആയിരിക്കണം. ഇതിൽ കൂടുതലുണ്ടാകാം, പക്ഷെ മിനിമം ഈ കാര്യങ്ങളൊക്കെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണം. ഇനി ഒരു സ്ഥാപനത്തിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിലോ, ഒരു ഓറൽ എന്ന് പറഞ്ഞാൽ വാചികമായിട്ട് റിട്ടൺ ഡോക്യുമെൻ്റ് ഇല്ലാത്ത, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അവിടെ ഫോളോ ചെയ്യേണ്ട നിയമങ്ങൾ എങ്ങനെയാണ്. അവിടെ അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാകും. ആ എഗ്രിമെൻറ്റിനനുസരിച്ച് അവർ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. ഇനി അവർക്കിടയിൽ തർക്കമുണ്ടായാലോ, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അത് കാലാകാലങ്ങളിലായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് ആ നിയമത്തിൽ
എന്തൊക്കെയാണോ നിയമം, ആ നിയമങ്ങളാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താ എന്ന് പറയുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിലെ നിയമമാണ് ഫോളോ ചെയ്യേണ്ടത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിലോ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 നിയമമാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അടുത്തതായി നമ്മൾ പറയുന്നത് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ നമ്മൾ ഏത് നിയമം ഫോളോ ചെയ്യണം? പാർട്ട്ണർഷിപ്പ് ആക്റ്റിലെ നിയമമാണ് നമ്മൾ എടുക്കേണ്ടത്. ആ നിയമങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. നമ്പർ 1, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ഫേം ബൈ പാർട്ട്നേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. ഈ വിഷയത്തിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിലോ ഇനി പറയുന്ന, അതായത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറയുന്ന നിയമങ്ങൾ എന്താണോ അതാണ് ഫോളോ ചെയ്യേണ്ടത്. അതിലൊന്ന് പ്രോഫിറ്റ് ഷെയറിംഗ്. ഇറ്റ് ഷുഡ് ബി ഈക്വൽ. Profit and losses of firm are to be shared equally by partners, irrespective of their capital contribution to the firm. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് പരിഗണിക്കേണ്ട കാര്യമില്ല. പാർട്ട്നേഴ്സാണോ അവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റും ലോസും പാർട്ട്നേഴ്സ് ഈക്വലായി ഷെയർ ചെയ്യണം. എപ്പോൾ? പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഈ കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ. ഈക്വലായിട്ട് ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണ്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറഞ്ഞതാണ് ഇങ്ങനെ ഈക്വലായി ഷെയർ ചെയ്യണം. അതുപോലെ മറ്റൊരു റൂളാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള ക്യാപിറ്റലിന് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളതാണ്. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പേയബിൾ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല തന്നെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല, കൊടുക്കേണ്ടതില്ല. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ചാർജ്. പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിന്ന് പിൻവലിച്ച തുകയ്ക്കാണ് ഡ്രോയിങ്സ് എന്ന് പറയാം. ആ തുകയ്ക്ക് ഇൻട്രസ്റ്റ് ബിസിനസ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് ഈടാക്കുമെന്ന് പറഞ്ഞാൽ ഈടാക്കും. പക്ഷേ അങ്ങനെ ഒരു നിയമം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇല്ലെങ്കിൽ ഈ നിയമമാണ്, അതായത് നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ക്യാപിറ്റൽ അല്ലാതെ ബിസിനസ്സിലേക്ക് പാർട്ട്നേഴ്സ് ലോൺ തന്നിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ മുതൽ മുടക്കായി തന്ന പൈസ ബിസിനസ് അടച്ചു പൂട്ടുമ്പോൾ മാത്രമേ മുതലാളിക്ക് തിരിച്ചു കൊടുക്കുകയുള്ളൂ, പാർട്ട്നേഴ്സിന് തിരിച്ചു കൊടുക്കുകയുള്ളൂ. എന്നാൽ ലോൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട സംഖ്യയാണ്. ഇതാണ് മൂലധനവും ലോണും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ലോൺ നൽകിയിട്ടുണ്ടെങ്കിൽ 6% ഇൻട്രസ്റ്റ് ഓൺ ലോൺ നൽകേണ്ടതുണ്ട്. അത് 6% ആണ്. ഒരു പാർട്ട്ണർ പറയാണ് അത് 10% വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടുമോ? ഇല്ല. മിനിമം അല്ലെങ്കിൽ മാക്സിമം 6% ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് ടു ബി അലൗഡ്. നെക്സ്റ്റ്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ വർക്ക് ചെയ്തതിന് സാലറി കൊടുക്കാം, അതുപോലെ കമ്മീഷൻ കൊടുക്കാം. ഇങ്ങനെ പല രൂപത്തിലും റെമ്യൂണറേഷൻ വരും. ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതില്ല, സാലറി കൊടുക്കേണ്ടതില്ല. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒരു മാസം ഇത്ര രൂപ സാലറി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്
റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. അത് വീണ്ടും വീണ്ടും പറയുന്നത് അത് ക്ലാരിറ്റി വരുത്താനാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്താണോ പറഞ്ഞത് അതാണ് നൽകേണ്ടത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് വേണ്ട. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ല, 6% ഇൻട്രസ്റ്റ് ഓൺ ലോൺ നൽകണം. പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ നൽകേണ്ടതില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ തിയറി PDF നോട്ട് ഈ വീഡിയോയ്ക്ക് താഴെയായി കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് നൽകുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട ശേഷം ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്തിൻ്റെ നോട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതിയെടുക്കണം എന്നറിയിക്കുന്നു.